ഹലോ, നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ സൺഡേ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ഒക്കെയല്ല വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സൺഡേ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് നമ്മൾ മടക്കം വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മളുടെ പള്ളി കല്യാണിലാണ് പള്ളി. അപ്പോൾ നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉള്ള കാരണം തന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. നമ്മളുടെ വടാഭാവമൊക്കെ വാങ്ങുന്നവർക്ക് ഭയങ്കര തിരക്കാണ്. അതുപോലെ തന്നെ റോഡ് സൈഡിലുകൾ സൺഡേ കാരണം തന്നെ ഫിഷൊക്കെ വിൽക്കുന്നവരാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഹോട്ടലിൽ കയറിയാൽ മെയിനായിട്ട് രാവിലെ നമ്മൾ കഴിക്കുക മസാല ദോശ അല്ലെങ്കിൽ റവ ദോശ അതൊക്കെയാണ്. അപ്പോൾ നമ്മളിന്ന് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ ദോശ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയൊക്കെ കഴിച്ചു. അപ്പോൾ മസാല ദോശയുടെ ആ മസാലയൊക്കെ നല്ല ഇങ്ങനെ കുഴഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മസാല ദോശയുടെ മസാല ഒക്കെ. പിന്നെ നമ്മൾ രാവിലെ നേരത്തെ പള്ളിയിൽ നിന്ന് പോകുന്നതല്ലേ, അപ്പോൾ നമ്മളൊന്നും കഴിക്കാതെ പോകുമ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടാവും. പിന്നെ നമ്മളുടെ പള്ളി കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്കങ്ങനെ വലിയ ഇതൊന്നുമില്ല. അവിടെ ഒരു ചായ മാത്രമേ കിട്ടാറുള്ളൂ, അല്ലാതെ അങ്ങനെ കഴിക്കാനൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുകൂടാതെ നമ്മൾ 2 വടയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വട ജസ്റ്റ് ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയെന്നുള്ളൂ. കാരണം ദോശ തന്നെ അത്യാവശ്യം വലുതായിരുന്നു. ഒരെണ്ണം കഴിച്ച വയറ് ഫുള്ളാവും കേട്ടോ. പിന്നെ ഒരു കാപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 2 ആളും കൂടിയിട്ട് ഷെയർ ചെയ്ത് കുടിക്കുകയാണ് ചെയ്തത്. പിന്നെ വീട്ടിൽ വന്നിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ചായ അധികം കുടിക്കാറ്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ജെയ്സുവിന് ഷൂ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഷൂ വാങ്ങാനായിട്ട് നമ്മൾ ബാറ്റയുടെ കടയ്ക്ക് പോയി. അപ്പോൾ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ആ നേരം കൊണ്ട് തന്നെ ജെയ്സു ഷൂ ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഷൂ ഒക്കെ വാങ്ങിയിട്ടോ. പിന്നെ അടുത്തത് നമ്മൾ കല്യാണിൽ തന്നെ പോയിട്ട് കുറച്ച് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ പോയി. അപ്പോൾ ഇവിടെ അങ്ങനെ നാട്ടിൽ തന്നെ എല്ലാ കടകളിലും ഇങ്ങനെ ക്രിസ്മസിൻ്റേതായിട്ടുള്ള ഐറ്റംസ് വെക്കുക അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കടകളിൽ മാത്രമേ ഈ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ നല്ലതുപോലെ വാങ്ങണമെങ്കിൽ കുറച്ച് വില കുറവിലൊക്കെ വാങ്ങണമെന്നുണ്ട് വെച്ചെങ്കിൽ ബോംബെയിലേക്ക് പോകണം. അവിടെ ക്രോഫോർഡ് മാർക്കറ്റിലുണ്ടാവും പിന്നെയും കുറച്ച് റീസണബിൾ പ്രൈസിലൊക്കെ ആയിട്ടുള്ളത്. ഇവിടെയൊക്കെ നല്ല വിലയാണ് കേട്ടോ. ചെറിയ ചെറിയ പാക്കറ്റിൽ കുറച്ച് കുഞ്ഞു സാധനങ്ങൾക്ക് തന്നെ 80-90 റുപ്പീസൊക്കെ ആയിട്ട് നല്ല വില ഉള്ളതാണ്. എന്നാലും നമുക്ക് ക്രിസ്മസ് ആകുമ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഈ കടയ്ക്ക് വന്നു. അപ്പോൾ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് കേട്ടോ. പുതിയ മോഡലുകളും സ്റ്റാറുകളും അങ്ങനെ എന്തൊക്കെയാണ് വേണ്ടത് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ട്രീം ഇടാനും അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കരോൾസൊക്കെ വരുന്നത് ഈ ഫ്രൈഡേ ആണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. നമ്മളാണെങ്കിൽ സ്റ്റാർ ഇടുകയോ ട്രീ വയ്ക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം ഈ സൺഡേ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് വാങ്ങാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്രിസ്മസൊക്കെ ഇങ്ങനെ അടുത്തില്ലേ, അപ്പോൾ നിങ്ങളെല്ലാവരും സ്റ്റാറും അതുപോലെ തന്നെ ട്രീയും പുൽക്കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ടോ. അപ്പോൾ നമുക്കും അതിൻ്റെ സമയമായി. അപ്പോൾ എല്ലാവരും കൂടിയുള്ള ദിവസമാണ് നമുക്കതൊക്കെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ്. അതായത് ജെയ്സുവിനും ലീവ്, പിന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ ചുട്ടിയുള്ള ദിവസം, അതായത് ലീവുള്ള ദിവസമാണ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൺഡേ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ വാങ്ങേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഒരുപാട് സാധനങ്ങളുണ്ട്, കുറേ സാധനങ്ങളുണ്ട് നമ്മുടെ ട്രീമൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാതൊന്നും കുറേശ്ശെ ഓരോന്ന് എടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയില്ല കേട്ടോ. കാരണം അത്രയ്ക്കധികം സ്റ്റാറുകളും അതുപോലെ തന്നെ കുഞ്ഞു ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ LED ടൈപ്പ് സ്റ്റാറുകളൊക്കെ ഇവിടെ അത്രയ്ക്കധികം ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നാട്ടിലായിരിക്കും ഒന്നും കൂടി അതിൻ്റെ വെറൈറ്റി മോഡലുകൾ ഉണ്ടാവുക എന്നുള്ളത്. ഇവിടെ സാധാ സ്റ്റാറുകളിൽ അത്ര വെറൈറ്റികളൊന്നും അങ്ങനെ കാണാനൊന്നുമില്ല കേട്ടോ.
അപ്പോൾ ക്രിസ്മസ് ട്രീസൊക്കെ ഇതുപോലെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ചെറിയ ട്രീ മുതൽ അത്യാവശ്യം വലിപ്പമുള്ള ട്രീ വരെ ഉണ്ട്. പിന്നെ സ്നോയി ടൈപ്പായിട്ടുള്ള അങ്ങനത്തെ ട്രീകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മളുടെ ഡെക്കറേഷൻ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഇമ്മാനും അതുപോലെ തന്നെ ഉണ്ണിമോളും ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പഴയ പെട്ടികളിൽ നിന്നൊക്കെ പഴയ നമ്മളുടെ ലൈറ്റ്സും കുറേ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഉണ്ണിമോളും നമ്മുടെ ഇടയിൽ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ബാൽക്കണിയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ 2 ബാൽക്കണിയിലും നമ്മൾ ലൈറ്റ്സ് ഇതുപോലെ ഇടും. ഇതിപ്പോൾ വാങ്ങിയിട്ടുള്ള ലൈറ്റ്സ് ഒന്നുമല്ല, 2-3 കൊല്ലമായിട്ട് വാങ്ങിയത് തന്നെയാണ്. അത് ഇതുവരെയായിട്ടും നാശമായിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ 2 ബാൽക്കണിയിലും ഇടാറുള്ളത്. പിന്നെ നമ്മുടെ ബാൽക്കണിയൊന്നും ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, അമ്മാതിരി കച്ചറ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത്യാവശ്യം സാധനങ്ങൾ അവിടെ പരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ലൈറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പിന്നെ ട്രീ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിമോള് ഹെൽപ്പിന് നിൽക്കുന്നുണ്ട്. സാധനങ്ങൾ ചോദിക്കുമ്പോൾ ഓരോന്നും കൊടുക്കാനും അവർ ലൈറ്റ് ഇടുന്നതൊക്കെ നോക്കി നിൽക്കാനും ഒക്കെ ആളും ബാൽക്കണിയിൽ തന്നെയാണ്. ഫുൾ ടൈം ഇവരുടെ കൂടെ ഹെൽപ്പിങ് മെൻറ്റാലിറ്റി ആയിട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ലൈറ്റ്സിൻ്റെ പണിയൊക്കെ ഏകദേശം തീർന്നു തുടങ്ങി. അങ്ങനെ ഒരു ബാൽക്കണിയിൽ ലൈറ്റും സ്റ്റാറൊക്കെ തൂക്കി കഴിഞ്ഞു കേട്ടോ. ഇനി മറ്റേ ബാൽക്കണിയിൽ ലൈറ്റ്സിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റാർ തൂക്കണം, ആ ഒരു പണിയുണ്ട്. അപ്പോൾ ഏത് സ്റ്റാറാണ് വേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. റെഡ് സ്റ്റാറും ഉണ്ട് വൈറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് വൈറ്റ് സ്റ്റാറിനെ ആ ബാൽക്കണിയിലും തൂക്കി. അങ്ങനെ ബാൽക്കണിയത്തെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ അകത്തേക്ക് വന്നിട്ട് ട്രീൻ്റെ ഡെക്കറേഷൻ വർക്കാണ്. അപ്പോൾ ട്രീയുടെ ആ ഒരു ഇത് തുറക്കുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മളെക്കാളും ഇൻട്രസ്റ്റിൽ ഉണ്ണിമോളും ഉമ്മാനുമാണ് കേട്ടോ. കാരണം അവർക്ക് ഇതെന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഒരു ആഘോഷമല്ലേ, ഇങ്ങനെ ട്രീ വെക്കുക, അത് ഡെക്കറേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളെക്കാളും ആഘോഷം, അവർക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ടാണ് ട്രീൻ്റെ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 3 മണി 3:30 ആയിട്ടുണ്ട്. ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. എല്ലാവരും ഈ ഡെക്കറേഷൻ വർക്കിൻ്റെ ബാക്കിൽ തന്നെയാണ് നടക്കുന്നത്. ഫുഡൊന്നും ആരും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഈ ട്രീയുടെ പണിയും കൂടി വേഗം തീർക്കണം. എന്നിട്ട് വേണം നമുക്കിന്ന് വൈകിട്ട് കരോൾ പ്രാക്ടീസ് ഉണ്ട് നമ്മളുടെ ഏരിയയിൽ. അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഇനിയും ഒരുപാട് ജോലികൾ ഇങ്ങനെ ബാക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വേഗം ട്രീ ഒക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ട്രീ ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിന്മേ ഹാങ്ങിങ്സ് തൂക്കിയിടണം. അപ്പോൾ കുറേയൊക്കെ ഹാങ്ങിങ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ലാസ്റ്റ് ഇയർ ഇട്ടത് ഒക്കെ നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള കുറേ ഹാങ്ങിങ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ കുറേ എണ്ണത്തിൻ്റെയൊക്കെ നൂലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളിപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോയില്ല, അപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഇതുപോലത്തെ ഈ ഗോൾഡൻ ബോൾസ്, അതുപോലെ തന്നെ വൈറ്റ് ബോൾസ്, പിന്നെ ഇതുപോലത്തെ ഈ സ്നോമാന്, അതുപോലെ തന്നെ ഇതുപോലത്തെ കുഞ്ഞപ്പൂപ്പൊന്നെ, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ഷോപ്പിങ്ങിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഹാങ് ചെയ്യണം. അപ്പോൾ ഉണ്ണിമോളായിരുന്നു അതിൽ വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. കാരണം ഉണ്ണിമോൾക്ക് ഒറ്റയ്ക്ക് ഹാങ് ചെയ്യണം എന്നുള്ളൊരു വാശി കുറേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഹാങ് ചെയ്ത് വിട്ടു. അപ്പോൾ നമ്മൾ ഹാങ് ചെയ്യണതൊന്നും ആൾക്കത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. കാരണം നമുക്ക് ഈ പണി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സെക്ഷനായിട്ടേക്ക് മാറാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് ഹാങ് ചെയ്യാൻ പോയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ അതിൻ്റേതായിട്ടുള്ള ബഹളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന കാരണം അത് കേൾക്കാത്തതാണ്. എന്നാൽ നല്ലൊരു ഫൺ ടൈം ആയിരുന്നു, നല്ല രസമായിരുന്നു. അങ്ങനെ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ട്രീ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വന്നപ്പോൾ ട്രീ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ട്രീ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ട്രീ ഒക്കെ സെറ്റായി കഴിഞ്ഞു. ഇനി ട്രീനെ നമ്മളൊരു കോർണറിൽ കൊണ്ടുപോയി വെക്കണം. നമ്മളിപ്പോൾ സെൻറ്ററിൽ വെച്ചിട്ടല്ലോ ഒക്കെ ചെയ്തത്. അപ്പോൾ ഇതിനെ ഒരു കോർണറിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുമ്പോൾ ലൈറ്റ് ഇട്ടിട്ടില്ല, അപ്പോൾ ലൈറ്റൊക്കെ കൊടുത്തു. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഇനി നമ്മളിതാ വൈകിട്ട് കരോൾ പ്രാക്ടീസിന് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഏരിയയിലുള്ള കരോൾ ഈ ഫ്രൈഡേ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ജെയ്സും ഇമ്മാനും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതൊന്നും ഞാനങ്ങനെ വീഡിയോ എടുത്തില്ല. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് സമോസയും ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഏരിയ മെമ്പേഴ്സ് നമ്മൾ കരോൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് സമോസയൊക്കെ കഴിക്കുന്ന ഒരു സീനാണ് കേട്ടത്. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടി. പിന്നെ എപ്പോൾ വരണം
ഇങ്ങനെ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഈ ഈ കരോൾ പ്രാക്ടീസിന് പോയ വീട് നമ്മൾ ഈ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടെ പോകണം കേട്ടോ. ഷഹാഡ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തിരിച്ച് വരുമ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഷഹാഡ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് തിരിച്ച് വന്നത്. അപ്പോഴേക്കും നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു, ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാറും ലൈറ്റൊക്കെ ഇട്ടിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു നമ്മുടെ ബാൽക്കണീസ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ജോലി കഴിഞ്ഞു. പക്ഷേ നമ്മൾ പുൽക്കൂട് ഇതുവരെയായിട്ടും വെച്ചിട്ടില്ല. ഇനി അത് വേറൊരു ദിവസം നമുക്ക് വെക്കണം. അപ്പോൾ 2 ബാൽക്കണിയിൽ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഒരു സൺഡേ വ്ളോഗ് എന്ന് പറയുന്നത്. ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വ്ളോഗ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണ് ചെയ്യും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് വെച്ചെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലിക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.